സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് യൂണിറ്റായ 12ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും ആക്ടിവിറ്റി സോൾവിംഗ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിനി പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി, ചരിത്ര സ്രോതസ്സുകൾ. യു ഹാവ് സീൻ ദാറ്റ് ഹിസ്റ്ററി ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ വേരിയസ് പീസസ് ഓഫ് എവിഡൻസ്. വിവിധ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഹിസ്റ്ററി റൈറ്റ് ചെയ്യുന്നത്, അല്ലേ? ഹിസ്റ്ററി ഈസ് റിട്ടൺ, അല്ലേ? ചരിത്ര രചന എന്ന് പറയാം. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ എഴുതുന്നത് വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എനിത്തിങ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കോൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. നമുക്ക് ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വിവരം നൽകുന്ന എന്തിനേയും, ഏതൊരു സാധനത്തിനെയും, എനിത്തിങ്, അല്ലേ, എന്തിനേയും നമുക്ക് എന്ത് പറയാം? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി, ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയാം, അല്ലേ? ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന ഏത് കാര്യത്തിൻ്റെയും, എനിത്തിങ്, എന്തായാലും നമുക്ക് അതിനെ എന്ത് പറയാം? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം. എനി ഒബ്ജെക്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഗിവിംഗ് എസ് വാലിഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പീരിയഡ് ഈസ് എ സോഴ്സ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി. അതായത് ഒരു നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതുമായ ഏതൊരു വസ്തുവും, ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി, അല്ലെങ്കിൽ റൈറ്റിംഗ് ഹിസ്റ്ററിയുടെ സോഴ്സായിട്ട്, അതായത് ചരിത്ര രചനയ്ക്കുള്ള ഒരു സ്രോതസ്സായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി ലെറ്റ്സ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ മെയിൻ സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്? ഒന്ന് ആർക്കിയോളജിക്കൽ റിമൈൻസ്. എന്തൊക്കെയാണ്? പുരാവസ്തുക്കൾ. കേട്ടിട്ടുണ്ടോ? ആർക്കിയോളജിക്കൽ റിമൈൻസ്. അടുത്തത് മോണ്യുമെൻറ്റ്സ്. മോണ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഓരോ സ്മാരകങ്ങൾ. ദെൻ ലിറ്റററി വർക്ക്സ്. ലിറ്റററി വർക്ക്സ് എന്ന് വെച്ചാൽ സാഹിത്യകൃതികൾ. ദെൻ ട്രാവലോഗ്സ്. ട്രാവലോഗ്സ് എന്ന് വെച്ചാൽ സഞ്ചാരക്കുറിപ്പുകൾ. ന്യൂസ് പേപ്പേഴ്സ്, അത് നമ്മുടെ ദിനപത്രങ്ങൾ. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഔദ്യോഗിക രേഖകൾ. അപ്പോൾ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ സോഴ്സസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സോഴ്സസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ചരിത്ര സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ആർക്കിയോളജിക്കൽ റിമൈൻസ്, പുരാവസ്തു, മോണ്യുമെൻറ്റ്സ്, സ്മാരകങ്ങൾ, ലിറ്റററി വർക്ക്സ്, സാഹിത്യകൃതികൾ, ട്രാവലോഗ്സ്, സഞ്ചാരക്കുറിപ്പുകൾ, ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങൾ, പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഔദ്യോഗിക രേഖകൾ. ഇനി ആർക്കിയോളജിക്കൽ. ഇനി ഇത് ഓരോന്നിനെ കുറിച്ചും, അതായത് ഈ ചരിത്ര സ്രോതസ്സുകൾ ഇപ്പം നമ്മൾ കുറച്ച് പഠിച്ചില്ലേ, ഇത് ഓരോന്നിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ച്, അതായത് പുരാവസ്തു പരമായിട്ടുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. Archaeological sources provide information or evidence about life in the period in which they were made. അതായത് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ എവിഡൻസ്, തെളിവുകളോ ഒക്കെ നൽകുന്നവയാണ്. ലെറ്റ് us get familiarized with some of them. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തില്ല. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണ്, അതായത് പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ നോക്കിയുള്ളൂ, ലിത്തിക് മോണ്യുമെൻറ്റ്സ്. ലിത്തിക് എന്ന പറയുന്ന വാക്ക് ശിലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ശിലാൽ സ്മാരകങ്ങൾ. മോണ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ സ്മാരകങ്ങളാണല്ലോ. അപ്പം ലിത്തിക് എന്ന് വെച്ചാൽ ശിലകളുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ശിലാസ്മാരകങ്ങൾ. രണ്ടാമത്തത് കേവ്സ്. കേവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഹകൾ. പിന്നെ ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, പുരാതനമായിട്ടുള്ള ലിഖിതങ്ങൾ, പുരാലിഖിതങ്ങൾ, അല്ലേ? ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് വെച്ചാൽ ലിഖിതങ്ങൾ അല്ലെങ്കിൽ ശാസനങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, പുരാലിഖിതങ്ങൾ. പിന്നെ പാലസസ്, കൊട്ടാരങ്ങൾ. കോയിൻസ്, നാണയങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ആർക്കിയോളജിക്കൽ സോഴ്സസിന് എക്സാമ്പിൾ. അപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസിന് എക്സാമ്പിൾ അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് പറയാനുള്ളത്? ലിത്തിക് മോണ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ശിലാസ്മാരകങ്ങൾ, കേവ്സ് ഗുഹകൾ, ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് പുരാലിഖിതങ്ങൾ, പാലസസ് കൊട്ടാരങ്ങൾ, കോയിൻസ് നാണയങ്ങൾ. മനസ്സിലായോ? ഇനി ഇത് ഓരോന്നിനെ കുറിച്ച്, ലിത്തിക് മോണ്യുമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. Every stone that we see around us has a story to tell. നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും.
Our ancestors have left here the remains of many monuments made of large stones. നമ്മുടെ പൂർവികർ, അവർ ancestors എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ, have left here, ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്ത്, the remains of many monuments മെയ്ഡ് ഓഫ് ലാർജ് സ്റ്റോൺസ്, വലിയ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഫസ്റ്റ് കാണുന്നതിന് കൂടക്കല്ലെന്ന് പറയും, രണ്ടാമത്തത് തൊപ്പിക്കല്ല്, ദെൻ മുനിയറ. അപ്പോൾ ഇതൊക്കെ എന്താണ്, വലിയ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സ്മാരകങ്ങളാണ്. ദീസ് ലിത്തിക് മോണ്യുമെൻറ്റ്സ് ആർ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഫൗണ്ട് ഔട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. ഈ പറയുന്ന ഈ ശിലാസ്മാരകങ്ങൾ അല്ലേ, ലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത് ചരിത്ര അവശേഷിപ്പുകളാണ്. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര അവശേഷിപ്പുകളാണ്. ആസ് ദീസ് വെയർ ബിൽറ്റ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ്, ഇതൊക്കെ നിർമ്മിച്ചത് വളരെ വലിയ ശിലകളാലാണ്. ദേ ആർ നോൺ ആസ് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്. അതുകൊണ്ട് നമ്മൾ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു. These monuments built by our ancestors tell a lot to us about ancient times. ഈ മോണ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ സ്മാരകങ്ങൾ നമ്മുടെ ആൻസസ്റ്റേഴ്സാണ് നിർമ്മിച്ചത് അല്ലേ, നമ്മുടെ പൂർവികർ നിർമ്മിച്ച ഈ സ്മാരകങ്ങൾക്ക് എ ലോട്ട് ടു അസ്, ഒരുപാട് കാര്യങ്ങൾ എബൌട്ട് ആൻഷ്യൻ്റ് ടൈംസ് നമ്മോട് പറയാനുണ്ട്. ഏതിനെക്കുറിച്ച്, എബൌട്ട് ആൻഷ്യൻ്റ് ടൈംസ്, പുരാതന കാലത്തെ പല കാര്യങ്ങളും നമ്മോട് പറയാനുണ്ട്. The remains of these lithic monuments were found at Marayur in Idukki district, ചിറമനങ്ങാട് ഇൻ തൃശ്ശൂർ ആൻഡ് തവനൂർ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. അതായത് ഈ പറയുന്ന റിമൈൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അവശേഷിപ്പുകൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്, ഈ ലിത്തിക് മോണ്യുമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ ശിലാസ്മാരകങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയത് ഇടുക്കിയിലെ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടി. പിന്നെ ചിറമനങ്ങാട് ഇൻ തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടി. ആൻഡ് തവനൂർ ഇൻ മലപ്പുറം ജില്ലയിലെ തവനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. These were used to bury the mortal remains of our ancestors. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ടു ബറി ദ മോർട്ടൽ റിമൈൻസ്. മോർട്ടൽ റിമൈൻസ് എന്ന് വെച്ചാൽ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഇന്ന് നോക്കിയോളൂ, നന്നങ്ങാടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗർ കണ്ടോ, ഒരു വലിയ കലം പോലെയാണ് ഇരിക്കുന്നത് അല്ലേ. നന്നങ്ങാടീസ് ആർ ലാർജ് ക്ലേ അൺസ് യൂസ്ഡ് ഇൻ ദ മെഗാലിത്തിക് പീരിയഡ് ഫോർ ബറിയിങ് ഡെഡ് ബോഡീസ്. അതായത് മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന വലിയ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ക്ലേ അൺസ് എന്ന് വെച്ചാൽ കളിമൺ ഭരണികളാണ് ഈ നന്നങ്ങാടികൾ. ക്ലേ എന്ന് വെച്ചാൽ കളിമണ്ണ്, URNS എന്ന് പറഞ്ഞാൽ ഭരണികൾ. അപ്പോൾ കളിമൺ ഭരണികളാണ്. അതെന്തിനാണ്, ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇൻ ദീസ് ബിഗ് എർത്തേൺ ജാർസ് മോർട്ടൽ റിമൈൻസ് ആർ ബറീഡ് ആൻഡ് കവേർഡ് അണ്ടർ സോയിൽ. ഈ പറയുന്ന വളരെ വലിയ എർത്തേൺ ജാർസ്, അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ജാറുകളിൽ എന്താ മോർട്ടൽ റിമൈൻസ്, അതായത് ഭൗതികാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു, ആർ ബറീഡ്, അകത്ത് ആക്കിയിട്ട് ആൻഡ് കവേർഡ് അണ്ടർ സോയിൽ, എന്നിട്ട് ഇതിനെ മണ്ണിനടിയിൽ കുഴിച്ചിടും. അതാണ് ചെയ്യുന്നത്. ഈ ഭരണിക്കകത്ത് നമ്മുടെ ഡെഡ് ബോഡി വയ്ക്കും, എന്നിട്ട് അതിനെ മണ്ണിനടിയിൽ കുഴിച്ചിടും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നന്നങ്ങാടീസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് കേവ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Caves throw light on the ancient history of Kerala. കേരളത്തിൻ്റെ ആൻഷ്യൻ്റ് ഹിസ്റ്ററി, പൗരാണികമായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വെളിച്ചം വീശുന്നവയാണ് ഏത്, കേവ്സ് എന്ന് പറയുന്നത്. In these natural caves, pictures and inscriptions that refer to human life in the prehistoric period are inscribed. ഇത്തരത്തിലുള്ള നാച്ചുറൽ കേവ്സിൽ, അതായത് പ്രകൃതിദത്തമായ ഗുഹകളിൽ പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്, ചിത്രങ്ങളും പിന്നെ ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങളും ഒക്കെ ഉണ്ട്. ദാറ്റ് റെഫർ, അത് നമുക്ക് എന്ത് തരുന്നു, ടു ഹ്യൂമൻ ലൈഫ്. ദാറ്റ് റെഫർ ടു ഹ്യൂമൻ ലൈഫ്, അതെന്താണ്, എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, ആ ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും പിക്ചേഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് സമയത്തുള്ള മനുഷ്യജീവിതം, ഇൻ ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ആർ ഇൻസ്ക്രൈബ്ഡ്. അതായത് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, നമ്മൾ ചരിത്രം എഴുതപ്പെട്ട കാലഘട്ടമുണ്ട്, ചരിത്രം എഴുതപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടമുണ്ട്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വെച്ചാൽ ചരിത്രം എഴുതപ്പെടുന്നതിന് മുമ്പ്, അതായത് എഴുത്ത് വിദ്യയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അതിനെക്കുറിച്ചുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ കേവ്സിൽ നിന്നുള്ള പിക്ചേഴ്സിൽ നിന്നും ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും ഒക്കെയാണ് ലഭിക്കുന്നത്.
സം ഇമ്പോർട്ടൻറ്റ് കേവ്സ് ആർ സിറ്റുവേറ്റഡ് ആറ്റ്, നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കേവ്സ് നമ്മുടെ കേരളത്തിൽ കണ്ട് എടുത്തിട്ടുണ്ട്. ഏതൊക്കെ കേവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? എടയ്ക്കൽ, വയനാട്, അത് വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലേ? വയനാട് ജില്ലയിലെ എടയ്ക്കൽ എന്ന് പറയുന്ന കേവ്സ്, എടയ്ക്കൽ ഗുഹകൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇടുക്കിയിലെ മറയൂർ, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മറയൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആങ്കോട്, തിരുവനന്തപുരത്ത് ആങ്കോട് എന്ന് പറയുന്ന ഒരു ഗുഹ ഉണ്ട്. പിന്നെ തെന്മല ആൻഡ് കോട്ടുക്കൽ, കോട്ടുക്കൽ ഇത് രണ്ടും എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തെന്മല, കോട്ടുക്കൽ. അപ്പോൾ ഇവിടെയൊക്കെ ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട്, നാച്ചുറൽ കേവ്സ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി, ഗവൺമെൻറ് ഓഫ് കേരള, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പിന്നെ കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയുമാണ് പ്രൊട്ടക്ട് ദ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്. ഈ പറയുന്ന ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി, ഏത്? ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി. ഇവർ രണ്ടുപേരുമാണ് ഈ പറയുന്ന കേവ്സിനെ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി ഇതാ ഇവിടെ എടയ്ക്കൽ കേവ്സിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് തന്നിട്ടുള്ളത്. എടയ്ക്കൽ കേവ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കേവ്സ് ഇൻ കേരള യൂസ്ഡ് ബൈ അവർ ആൻസസ്റ്റേഴ്സ്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേവാണ് എടയ്ക്കൽ കേവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 10 കിലോമീറ്റർ എവേ ഫ്രം സുൽത്താൻ ബത്തേരി ഇൻ വയനാട് ഡിസ്ട്രിക്ട്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയായിട്ടാണ് എടയ്ക്കൽ കേവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദ പിക്ചേഴ്സ് അല്ലെങ്കിൽ എൻക്രേവിങ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ വാൾസ് ഓഫ് ദിസ് കേവ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ദെയർ ലൈഫ്. അതായത് സ്റ്റോൺ ഏജിലുണ്ടായിരുന്ന ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചും അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഈ പറയുന്ന കേവ്സിൻ്റെ അകത്തുള്ള വാൾസിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇങ്ങനെ കൊത്തിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിക്ചേഴ്സ് അല്ലെങ്കിൽ എൻക്രേവിങ്സ് എന്ന് വെച്ചാൽ ഈ പിക്ചറിൽ നല്ല കട്ടിയുള്ള വാളിൽ, കട്ടിയുള്ള വാളിൽ ഇങ്ങനെ കോറിയിട്ടിട്ടുള്ള ചിത്രങ്ങൾ, അതിനെയാണ് എൻക്രേവിങ്സ്, ക്രേവ് ചെയ്ത് വെച്ചേക്കുന്നത്, അതിനെയാണ് എൻക്രേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ സ്റ്റോൺ ഏജിലുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഡു ലിത്തിക് മോണുമെൻറ്റ്സ് എക്സിസ്റ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ലിത്തിക് മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ലിത്തിക് മോണുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ശിലാസ്മാരകങ്ങൾ. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് അബൌട്ട് എ ലിത്തിക് മോണുമെൻറ്റ് യുനോ. നിങ്ങൾക്കറിയാവുന്ന ഒരു ലിത്തിക് മോണുമെൻറ്റിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, പുരാലിഖിതങ്ങൾ. Inscriptions are messages or statements in the form of drawings or engravings on a surface. ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ ഡ്രോ ചെയ്തതോ അല്ലെങ്കിൽ എൻഗ്രേവ് ചെയ്തതോ, ഡ്രോ ചെയ്തതെന്ന് വെച്ചാൽ വരച്ചതോ അല്ലെങ്കിൽ എൻഗ്രേവ് ചെയ്തതെന്ന് വെച്ചാൽ കൊത്തിവെച്ചതോ ആയ മെസ്സേജസിനെയോ സ്റ്റേറ്റ്മെൻറ്റിനെയോ ആണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. എവിടെ? ഇൻ ദ ഫോം ഓഫ് ഡ്രോയിങ്സ് ഓർ എൻഗ്രേവിങ്സ് ആയിട്ടോ ഡ്രോയിങ് ആയിട്ടോ ഉള്ള ഒരു മെസ്സേജിനെയോ സ്റ്റേറ്റ്മെൻറ്റിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഓൺ എ സർഫസ്, ഏതെങ്കിലും ഒരു സർഫസിലായിരിക്കും. ദേ ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസ്. പലതരത്തിലുള്ള സർഫസിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതലങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിളാണ് ഇതാ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. ഏതൊക്കെയാണ്? മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവാം, സ്റ്റോൺസ് ഉണ്ടാവാം, പിന്നെ പാം ലീവ്സ് അല്ലേ, ഓലകളിലും. അപ്പോൾ ഏതൊക്കെയാണ് ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ പുരാലിഖിതത്തിന് എക്സാമ്പിൾ? ഒന്ന് മെറ്റൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ലോഹത്തകിടുകൾ, പിന്നെ സ്റ്റോൺസ് ശിലകൾ, ദെൻ പാം ലീവ്സ് ഓലകൾ. അടുത്തത് എന്താണ് എപ്പിഗ്രഫി? എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ ലിഖിത പഠനം. എപ്പിഗ്രഫി എന്താണ്? ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഓൺ സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ് ആൻഡ് പാം ലീവ്സ് ഈസ് കാൾഡ് എപ്പിഗ്രഫി. അതായത് ശിലകൾ, ലോഹത്തകിടുകൾ, മെറ്റൽ പ്ലേറ്റ്സ്, പിന്നെ പാം ലീവ്സ് അല്ലെങ്കിൽ ഓലകൾ തുടങ്ങിയവയിൽ ഉള്ള എഴുത്തുകളെയാണ് എഴുത്തുകളെയാണ് അല്ലെങ്കിൽ ലിഖിതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഗ്രഫി എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് എപ്പിഗ്രഫി അല്ലെങ്കിൽ ലിഖിത പഠനം? ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം. എവിടെയുള്ള ലിഖിതങ്ങളെക്കുറിച്ചുള്ളത്? ഓൺ സ്റ്റോൺസ്, മെറ്റൽ പ്ലേറ്റ്സ് ആൻഡ് പാം ലീവ്സ്. ശിലകളിലോ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ്സിലോ അല്ലെങ്കിൽ പാം ലീവ്സിലോ ഉള്ള ലിഖിതങ്ങളെക്കുറിച്ചുള്ള ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഗ്രഫി അല്ലെങ്കിൽ ലിഖിത പഠനം എന്ന് പറയുന്നത്. നോക്കിയോളൂ, ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു ഇതാണ്. അത് ഏതിലാണ്?
ശിലയിലുള്ളതാണെന്ന് തോന്നണം അല്ലേ. നോക്കിയോളൂ. സെവറൽ സച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ്, തരിസാപ്പള്ളി ലിഖിതം അല്ലെങ്കിൽ തരിസാപ്പള്ളി ശാസനം എന്ന് പറയും. എവിടുന്നാണ് കണ്ടെടുത്തത്? കൊല്ലം. ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, ജൂതശാസനം എവിടെയാ? മട്ടാഞ്ചേരി. ആൻഡ് പാലിയം കോപ്പർ പ്ലേറ്റ്, പാലിയം ശാസനം എവിടെയാ? ആലപ്പുഴ. ഇതൊക്കെയാണ് ആർ മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള 2-3 ശാസനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ആണ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ്, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്, പാലിയം കോപ്പർ പ്ലേറ്റ്. അല്ലെങ്കിൽ തരിസാപ്പള്ളി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കൊല്ലം, ജൂയിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരിയിൽ നിന്നും, പാലിയം കോപ്പർ പ്ലേറ്റ് ആലപ്പുഴയിൽ നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ദ കേരള സ്റ്റേറ്റ് Archives Department supervises the collection and conservation of ancient inscriptions in Kerala. കേരളത്തിൽ കേരള സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ പറയുന്ന ശാസനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷൻസിനെയൊക്കെ കൺസർവ് ചെയ്യുകയും അതിനെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം. ഏതാണ്? കേരള സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏതാണ്? കേരള സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ പറയുന്ന ശാസനങ്ങളെ കളക്ട് ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഒബ്സർവ് ദ സ്റ്റോൺ പ്ലേക്ക് ഇൻ യുവർ സ്കൂൾ. യു മൈറ്റ് ഹവ് സീൻ ദീസ് ടൈപ്പ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ പബ്ലിക് ബിൽഡിംഗ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഇൻ യുവർ ലൊക്കാലിറ്റി. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം സച്ച് സ്റ്റോൺ സ്ലാബ് ദാറ്റ് ഹെൽപ്പ് ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്റ്റോൺ പ്ലേക്ക് എന്ന് വെച്ചാൽ ശിലാഫലകം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ ഒരു പുതിയ ശിലാഫലകം സ്ഥാപിക്കൂലേ? അപ്പോൾ അതിൻ്റെ അകത്ത് അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്, ഏത് ദിവസമാണ് ഉദ്ഘാടനം ചെയ്തത്, ആരൊക്കെയാണ് അവിടെ സന്നിഹിതരായിരുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ബിൽഡിംഗ് എപ്പോഴാണ് പണി കഴിപ്പിച്ചത്, അതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് കിട്ടിയത്, അതാരാണ് ഉദ്ഘാടനം ചെയ്തത്, അങ്ങനെയുള്ള പല വിവരങ്ങളും നമുക്ക് ലഭ്യമാകും അല്ലേ. അതുപോലെ നിങ്ങളുടെ സമീപത്തുള്ള പൊതു കെട്ടിടങ്ങളുണ്ടല്ലോ, പൊതു കെട്ടിടങ്ങളിലും പിന്നെ നമ്മുടെ ആരാധനാലയങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ശിലാഫലകങ്ങളുണ്ടായിരിക്കും. ഇതിൽ നിന്നും ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള നമുക്ക് ചരിത്ര രചന നടത്തണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഈ ശിലാഫലകത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? ആരാണ് ഉദ്ഘാടനം ചെയ്തത്, എത്ര ഫണ്ടാണ് ആയത്, എവിടെ നിന്നാണ് ഈ ഒരു ഫണ്ട് ലഭിച്ചത്, അവിടെ സന്നിഹിതരായിരുന്ന ആൾക്കാരൊക്കെയാണ്, നിങ്ങൾക്കുള്ള വിവരങ്ങൾ നമുക്കത് അവിടെ നിന്ന് ലഭിക്കും. ഇനി നോക്കിയോളൂ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർട്ട്സ് ആൻഡ് പാലസസ്. കോട്ടകളും കൊട്ടാരങ്ങളും. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ, ഫോർട്ട്സ് എന്ന് പറഞ്ഞാൽ കോട്ടകൾ. ഫോർട്ട്സ് ദാറ്റ് വെയർ ബിൽറ്റ്. നമ്മൾ ഫോർട്ട്സ് നിർമ്മിക്കുന്നത് എന്തിനാണ്? ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്. പിന്നെ മിലിറ്ററി പർപ്പസസ്, സൈനികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്. ആൻഡ് ട്രേഡ്, പിന്നെ വ്യാപാരം. ഇതിനൊക്കെ നിർമ്മിച്ചിരുന്ന ഈ കോട്ടകളെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ക്യാൻ ബി യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററിയുടെ രചനയ്ക്ക് അല്ലേ ഹിസ്റ്ററിയുടെ സോഴ്സായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏതിനുപയോഗപ്പെടുത്താം? ഫോർട്ട്സിന്. Forts gives us information on the different phases of Kerala and its rulers. ഈ ഫോർട്ട്സ് അല്ലെങ്കിൽ കേരളത്തിലെ കോട്ടകൾ നമുക്ക് കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഭരണാധികാരികളെക്കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ നൽകുന്നു. ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് ആൻഡ് അഞ്ചുതെങ്ങ് ഫോർട്ട് ആർ ദ മേജർ ഫോർട്ട്സ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കോട്ടകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഫോർട്ട്സ് അല്ലെങ്കിൽ കോട്ടകൾ എന്ന് പറയുന്നത്. ആർ ദെയർ സിമിലർ ഫോർട്ട്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ ഏതെങ്കിലും കോട്ടകളുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ലൈക്ക് ഫോർട്ട്സ്, പാലസസ് ആൾസോ ഹാവ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. കോട്ടകളെ പോലെ തന്നെ പാലസസിന് അല്ലെങ്കിൽ കൊട്ടാരങ്ങൾക്കും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ദ നെയിംസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് പാലസസ് ഇൻ കേരള ആർ ഗിവൺ ബിലോ. എക്സ്പാൻഡ് ദ ലിസ്റ്റ് ബൈ ഇൻക്ലൂഡിംഗ് നെയിംസ് ഓഫ് പാലസസ് യു നോ. അതായത് താഴെ കുറച്ച് പാലസസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാലസസിൻ്റെ പേരുകളെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനാണ്, വേറെ ഒരു 2 കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 2 ബുള്ളറ്റിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണ്? പത്മനാഭപുരം പാലസ്, പത്മനാഭപുരം കൊട്ടാരം, കോട്ടകളല്ല കൊട്ടാരം, ഞാൻ കോട്ടയെന്ന് പറഞ്ഞു, മട്ടാഞ്ചേരി പാലസ് അല്ലേ, മട്ടാഞ്ചേരി കൊട്ടാരം. കിളിമാനൂർ പാലസ്, കിളിമാനൂർ കൊട്ടാരം. അറക്കൽ പാലസ്, അറക്കൽ കൊട്ടാരം. കൃഷ്ണപുരം പാലസ്, കൃഷ്ണപുരം കൊട്ടാരം. ഇനി വേറെ ഒരു 2 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഏതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം? കവടിയാർ പാലസ് അല്ലെങ്കിൽ കവടിയാർ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. പിന്നെ ഹിൽ പാലസ്, കൊച്ചിയിലുള്ള ഹിൽ പാലസ്. അങ്ങനെ ഏതെങ്കിലും 2 പാലസിൻ്റെ പേരാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 2 ആഡ് ചെയ്തിട്ടുണ്ട്, കവടിയാർ കൊട്ടാരവും ഹിൽ പാലസും കേട്ടോ. അടുത്തതാ
ഇവിടെ ബേക്കൽ ഫോർട്ടിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ട്, ദ ബിഗ്ഗസ്റ്റ് ഫോർട്ട് ഇൻ കേരള, ബിൽറ്റ് ഇൻ ദ 17th century, ഈസ് സിറ്റുവേറ്റഡ് ഇൻ പള്ളിക്കര വില്ലേജ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന ഒരു വില്ലേജിൽ 17th century നിർമ്മിച്ച ഒരു നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലസാണ്, ഫോർട്ട്, കോട്ടയാണ് ബേക്കൽ ഫോർട്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്ന് പറഞ്ഞ വില്ലേജിൽ 17th century നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേക്കൽ ഫോർട്ടാണ്. ബേക്കൽ ഫോർട്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് അല്ലേ? ഏത് നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്? 17th നൂറ്റാണ്ടിൽ. ദർ ആർ ആർമറീസ് എന്ന് വെച്ചാൽ ആയുധപ്പുരകൾ. പിന്നെ ലാറ്റിസ് വിൻഡോസ് ദാറ്റ് ഓപ്പൺ ടു ദ സീ, കടലിലേക്ക് തുറന്നിരിക്കുന്ന ലാറ്റിസ് വിൻഡോസ് എന്ന് വെച്ചാൽ കിളിവാതിലുകൾ, ചെറിയ ചെറിയ വാതിലുകൾ. പിന്നെ സ്പേസസ് ടു എൻകൗണ്ടർ ദ എനിമീസ് ഹു അപ്രോച്ച് ഫ്രം ദ സീ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ. പിന്നെ സീക്രട്ട് സെല്ലാസ് എന്ന് വെച്ചാൽ രഹസ്യ ഭൂഗർഭ അറകൾ. പിന്നെ ഹൈഡ് ഔട്ട്സ്, ഒളിത്താവളങ്ങൾ. ആൻഡ് വാട്ടർ റിസർവോയേഴ്സ്, പിന്നെ ജലസംഭരണി. ഇതൊക്കെ നമ്മുടെ ആ ഫോർട്ടിലുണ്ട്. ഏത് ഫോർട്ടിൽ? ഈ ബേക്കൽ ഫോർട്ടിലുണ്ട് അല്ലേ? എന്തൊക്കെയാ ഒരുപാട് കാര്യങ്ങൾ ഈ ബേക്കൽ ഫോർട്ടിലുണ്ട്. അതൊക്കെ നമ്മൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒരുപാട് പോകും കേട്ടോ. അടുത്തത്, ദെയർ മേ ബി ഫോർട്ട്സ് ആൻഡ് പാലസസ് ഇൻ യുവർ ഡിസ്ട്രിക്ട് ടു പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൺ ദം. നിങ്ങളുടെ ജില്ലയിലുള്ള കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.